ഹലോ ഗേസ്, എന്തൊക്കെയുണ്ട്? സുഖമാണല്ലോ അല്ലേ? ഞാൻ കമറുദ്ദീൻ BA ഗ്രൂപ്പ് ബൺപത്രിക കാസർഗോഡ്. ഇതാ ഇവിടെ നല്ല മനോഹരമായ ഒരു അടക്കാത്തോട്ടവും അതുപോലെ തന്നെ റബ്ബർ തോട്ടവും. അടക്കാത്തോട്ടം ഇങ്ങനെയാണ്. എൻ്റെ പിറകുവശത്ത് കാണുന്ന സ്ഥലം മുഴുവനും വിൽപ്പനക്കായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇത് അടക്കാത്തോട്ടം മാത്രമല്ല, അടക്കാത്തോട്ടം അതുപോലെ തന്നെ റബ്ബർ തോട്ടം, അതുപോലെ പാടം, പിന്നെ അതുപോലെ തന്നെ താമസിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഓടുമെനിഞ്ഞ വീടും ഉൾപ്പെട്ടതാണ് ഈ ഒരു പ്രോപ്പർട്ടി. ആ ഒരു പ്രോപ്പർട്ടിയുടെ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക. വീഡിയോ ആവശ്യക്കാരിലേക്ക് എത്തുന്നത് വരെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പോസ്റ്റ് നമ്പർ 538 ഓക്കെ. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഒരിക്കൽ വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഈ ഒരു സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഒരു പ്രയാസമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏത് ചൂട് സമയത്തും വെള്ളത്തിനൊരു പ്രയാസവും ഇല്ലാത്ത രീതിക്കാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ എൻ്റെ പിറകുവശത്ത് കാണുന്ന വീട് കണ്ടല്ലോ, ഈ വീട് ഉൾപ്പെടെയാണ് നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത്. മനോഹരമായ വീടാണ്. അപ്പോൾ ആ ഒരു വീടും ഈ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചയുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ ഇങ്ങനെ കാണാം. ഇതാ മനോഹരമായ അടക്കാത്തോട്ടമാണ് ആദ്യം കാണിച്ചു തരുന്നത്. അതിനുശേഷം റബ്ബർ തോട്ടം കാണിച്ചു തരാം. എന്താ ഇതിൻ്റെ ഇങ്ങനെയാണ് അടക്കാത്തോട്ടം. ഇത് ഒരേ സ്ഥലത്തല്ല, ഇതിപ്പോൾ ഇത് ഒരു തട്ടാണ്, അതുപോലെ തന്നെ മറ്റൊരു തട്ട്, ഇങ്ങനെ 2-3 തട്ടായിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഏറ്റവും മനോഹരമായ നല്ല കൃഷി ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലം. അതും ഈ ഒരു സ്ഥലത്തിനെ സംബന്ധിച്ച് നിസ്സാര വിലക്കാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഏകദേശം 1500 കവുങ്ങ്, അതുപോലെ തന്നെ 100 തെങ്ങ്, മൊത്തത്തിൽ 900 റബ്ബർ മരമാണ് ഈ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ 9.5 ഏക്കർ സ്ഥലമാണ്. ഒരു പക്ഷേ കൃത്യമായി കണക്ക് പറയണമെങ്കിൽ അളന്നാൽ മാത്രമേ നമുക്ക് ആ കൃത്യമായ കണക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്പം റോഡിന് പോയത് കൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം വന്നേക്കാം സ്ഥലത്തിൻ്റെ അളവിൽ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇതിലേക്ക് വില പറയുന്നത് സെൻറ്റ് അനുസരിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലം വരുന്നില്ല. എത്ര സെൻറ്റാണോ വരുന്നത് അതനുസരിച്ചായിരിക്കും റേറ്റ്. ഇതാ കണ്ടല്ലോ, ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ കിണറുണ്ട്, അതുപോലെ തന്നെ കുളമുണ്ട്, അതുപോലെ തന്നെ നല്ല വറ്റാത്ത ബോർവെൽ കൂടി ഇപ്പോൾ ഉണ്ട്. നിലവിൽ ഇവിടെ 2 ബോർവെൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വേനൽക്കാലം വരുമ്പോൾ അത് വറ്റുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു പ്രയാസം ഇല്ലാതെ അവസ്ഥയിലാണ്. നല്ല മനോഹരമായ ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗം മാത്രം കുറച്ച് റബ്ബറിൻ്റെ കാഴ്ചയും കൂടി കാണിച്ചു തരാം. പാടം ഇങ്ങനെയാണ്. പാടം ഏകദേശം ഒരു 80 സെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിലവിൽ നെൽകൃഷി ചെയ്യുന്നില്ല. അപ്പോൾ ഏത് കൃഷിക്കും പച്ചക്കറിയോ എന്ത് കൃഷിക്കാണെങ്കിലും യോജിച്ച ഒരു സ്ഥലം കൂടിയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ പാടവും കൂടി ഇവിടെ ചെയ്യാവുന്നതാണ്. ഈ ഒരു പാടത്ത് നെൽകൃഷിയും കൂടി ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ വരുന്നത് മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളുണ്ട്. പ്ലാവുണ്ട്, മാവുണ്ട്, അതുപോലെ തന്നെ ചിക്കു, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. ഇതാ കണ്ടല്ലോ, ഇത് കറണ്ട് മോട്ടോർ ഷെഡാണ്. മോട്ടോർ ഷെഡുണ്ട്, അതുപോലെ തന്നെ പമ്പ് ഷെഡുണ്ട്. അപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാം ഉൾപ്പെടുത്തിയതാണ് ഈ ഒരു വീഡിയോ. ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്ത വിലയായിട്ട്, അതായത് 9.5 ഏക്കർ സ്ഥലമാണ്. മൊത്ത വിലക്ക്
സെൻറ്റിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 18,000 രൂപയാണ്. അത് ചെറിയൊരു നീക്കുപോക്കിന് തയ്യാറാവും. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ റബ്ബർ ഏത് തരത്തിലും നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ ഈ അടക്കാത്തോട്ടം മാത്രമായിട്ട് തരാനും ഓണർ തയ്യാറാണ്. പക്ഷേ അതിന് റേറ്റിൻ്റെ നല്ലൊരു മാറ്റമുണ്ട്. 4 ഏക്കർ ആക്കിയിട്ടാണ് നൽകുന്നത്. അപ്പോൾ 4 ഏക്കർ ഫുള്ളായിട്ട് അടക്കാത്തോട്ടം വരില്ല. അപ്പോൾ ആ വീട് അതുപോലെ തന്നെ കുന്ന് അങ്ങനെ മൊത്തത്തിൽ 4 ഏക്കർ ആക്കിയിട്ടാണ് ഓണർ വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിന് 25,000 രൂപയാണ്. 4 ഏക്കർക്ക് 1 കോടി രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലും ഏറ്റവും നല്ല നിങ്ങൾക്ക് ഇതിനെ മൊത്തത്തിൽ വാങ്ങുകയാണ് നല്ലത്. കാരണം ഈ 9 ഏക്കർ സ്ഥലത്തിന് അങ്ങനെ വാങ്ങുകയാണെങ്കിൽ സെൻറ്റിന് വെറും 18,000 രൂപയാണ്. അതും ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടത്തേക്ക് 2 റോഡാണുള്ളത്. ഒന്ന് ഈ വീടിൻ്റെ ഇതൊരു റോഡും അതുപോലെ തന്നെ മറ്റൊരു റോഡ് മറുവശത്തിലും കൂടിയുണ്ട്. പിന്നെ താമസിക്കാൻ പറ്റിയ ഒരു വീടും കൂടിയാണ്. അപ്പോൾ വീടിൻ്റെ അകത്തെ കാഴ്ച ഒന്നും കാണിച്ചു തരുന്നില്ല. എന്താ കണ്ടല്ലോ, തെങ്ങ് അതുപോലെ തന്നെ അവക്കാഡോ, പിന്നെ വെറ്റില, കുരുമുളക്, അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ അടങ്ങിയതാണ് ഈ ഒരു സ്ഥലം. കണ്ടല്ലോ. പിന്നെ ഇവിടത്തേക്ക് വരുന്നത് കോൺക്രീറ്റ് റോഡാണ്. റോഡ് അല്പം ഇറക്കമുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പോസ്റ്റ് നമ്പർ 538 ആണ്. കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക കന്യപ്പാടി ടൗണിൽ നിന്ന് ഏകദേശം വെറും 8 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടത്തേക്ക് ദൂരമുള്ളത്. അപ്പോൾ റോഡ് കോൺക്രീറ്റ് റോഡാണ്, അല്പം ഇറക്കമുള്ള റോഡാണ്. ഏത് മതസ്ഥർക്കും പറ്റിയ ഒരു റോഡും കൂടിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയട്ടെ, ഈ വീഡിയോ കൃഷി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ പരമാവധി ആവശ്യക്കാരിലേക്ക് എത്തുന്നത് വരെ പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു.